ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെൻസസ് കിച്ചൻ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നുള്ള ബണ്ണില്ലേ, അതുപോലെയുള്ള മീറ്റ് ഫിൽഡ് ബണ്ണാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് ഓവൻ യൂസ് ചെയ്യാതെയും ഉണ്ടാക്കാം. ഞാൻ ഇവിടെ രണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒരു മുട്ട, പിന്നെ ചെറിയ ചൂടുള്ള പാല് ഞാൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. പിന്നെ മൈദ 2 കപ്പ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ 2 ടീസ്പൂൺ ഷുഗർ, പിന്നെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇടാം. എന്നിട്ട് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെറു ചൂട് പാലിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടറും ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒഴിക്കാം. മുട്ട ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഒഴിക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഒഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ചൂടുള്ള പാലൊഴിക്കാം. പാല് നല്ല ചൂടാവരുത്, ചെറിയ ചൂട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാലൊഴിക്കുമ്പോൾ നമ്മൾ മുട്ട എത്ര കൂടുതലാണ്, മുട്ട എത്ര ഉണ്ട് അത്ര അനുസരിച്ചിട്ടാണ് നമുക്ക്. വലിയ മുട്ട ആണെങ്കിൽ നമുക്ക് പാലിൻ്റെ ഇത് കുറയ്ക്കണം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ ബണ്ണ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇന്ന് റോൾ ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ പൊങ്ങാൻ വെക്കണം. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചൂടനുസരിച്ചായിരിക്കും ഇത് പൊങ്ങി വരുന്നത്. ചൂട് കൂടുതലാണ് പെട്ടെന്ന് പൊങ്ങി വരും. ഞാൻ ഇവിടെ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടവല് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊങ്ങി വരട്ടെ. 2 മണിക്കൂർ വെക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കാം. ഞാനിവിടെ ബീഫ് ക്രഷ് ചെയ്ത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച ബീഫാണ്. പിന്നെ ഒരു സവാള വേണം, ചോപ്പ് ചെയ്ത ഒരു സവാള വേണം. പിന്നെ ഗാർലിക്ക് വേണം 5 അല്ലി, ഇത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ 4 പച്ചമുളക്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില ചോപ്പ് ചെയ്തത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാനിവിടെ പാപ്രിക്ക പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് യൂസ് ചെയ്താൽ. ഞാനിതൊരു ടീസ്പൂൺ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഓയിലൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമുക്ക് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒക്കെ ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പാപ്രിക്ക പൗഡർ യൂസ് ചെയ്തെടുത്തത്. നമുക്ക് നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ പാപ്രിക്ക പൗഡർ. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച കൊറിയാൻഡർ മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പിന്നെ ഇത് ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനും ഒക്കെ യൂസ് ചെയ്യാം. ഫില്ലിങ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റ് ഫില്ല് ചെയ്യാം ബണ്ണിൽ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ ബീഫാണ് എടുത്തത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മളെ മാവ് ഫെർമെൻ്റ് ആയോ നോക്കാം. കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എയർ ബബിൾസ് ഇതൊക്കെ പോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഓക്കെ, ഉണ്ടോ, അത് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഓക്കെ, ഇനി നമുക്കിത് റോൾ ചെയ്തെടുത്തിട്ട് ഒരേ സെയിം ഈക്വൽ പാർട്സിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുന്ന ഒരേ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെയിം സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈക്വലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് വന്നത് ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ എന്താ പറയുക, റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതിങ്ങനെ പരത്തിയെടുക്കണം. ചതുരത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കണം. നിങ്ങൾക്ക് പിന്നെ ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഫില്ല് വെച്ചിട്ട് റോൾ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് ഇങ്ങനെ പരത്തിയിട്ട് ജസ്റ്റ് റോൾ ചെയ്തെടുത്താലും മതി. പല ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ എൻഡിലാണ് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മയണൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ജ്യൂസി, അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ആവാതിരിക്കാനാണ് ഞാൻ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബണ്ണ് കഴിക്കുമ്പോൾ
നല്ലൊരു ജ്യൂസി ഇത് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇത് ലൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. നൈഫ് കൊണ്ട് വരച്ചു കൊടുക്കാം. ഉണ്ടോ? എന്നിട്ട് ഒന്ന് റോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് രണ്ട് എൻഡ് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം. ഉണ്ടോ? ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ലേ ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് ആക്കിയെടുത്തത്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ് ഒന്നുകൂടെ പൊങ്ങാൻ വെക്കണം. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഞാൻ രണ്ടെണ്ണം കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മുട്ടയും പാലുമുള്ള മിക്സാണ് ഇത്. അത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു. 20 മിനിറ്റിന് ശേഷമാണ്, പൊങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് ഇതിന് നല്ലൊരു ബ്രൗൺ കളർ നല്ല ഷൈനി ആയിട്ട് നിൽക്കാൻ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് സീസം സീഡ്സ് വൈറ്റ് എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 10 to 15 മിനിറ്റ് വെക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാം. അത് ഞാൻ കാണിക്കാം. ഇതേപോലെ ഉപ്പിട്ട് അതിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം. ഞാൻ ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിൻ്റെ അതിലേക്കാണ് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ കണ്ടാലറിയാം ഇത് ബേക്ക് ചെയ്ത് വരുന്നത്. അപ്പം നമ്മളെ ബണ്ണ് ഇവിടെ ഓവനിൽ വെച്ചിട്ടുള്ള ബണ്ണ് ഇവിടെ റെഡിയായി. കണ്ടോ? ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാവും. മയോണീസ് ആഡ് ചെയ്ത് കൊടുത്തോണ്ട് നല്ല നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നല്ല സോഫ്റ്റാണ് ബണ്ണ്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മളെ അതുപോലെ ഞാൻ മറ്റേതും ഗ്യാസ് സ്റ്റോപ്പിലുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്ര ബ്രൗൺ കളറായിട്ട് മുകളിൽ വന്നില്ല. പക്ഷെ നന്നായിട്ട് അത് പിന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഓവനിൽ യൂസ് ചെയ്യാണ്ടോ ഉൾഭാഗമൊക്കെ നന്നായിട്ട് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ളതും നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. രണ്ടും സെയിം ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.